മലയാളം കണ്ട മികച്ച നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ ഒരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹം 2 സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 1989 പുറത്തിറങ്ങിയ വടക്കുനോക്കി യന്ത്രവും ഏകദേശം 9 വർഷത്തിന് ശേഷം 1998 പുറത്തിറങ്ങിയ ചിന്താവിഷ്ടയായ ശ്യാമളയും. ഈ 2 ചിത്രങ്ങളിലും നായകൻ ശ്രീനിവാസൻ തന്നെയായിരുന്നു. ഇതിൽ വടക്കുനോക്കി യന്ത്രം എന്ന ചിത്രത്തിൽ സംശയരോഗിയായ ഒരു ഭർത്താവിൻ്റെ വേഷമാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. തൻ്റെ രൂപത്തിൽ തൃപ്തിയില്ലാത്ത മറ്റേതെങ്കിലും പുരുഷന്മാർ തൻ്റെ ഭാര്യയുമായി സംസാരിക്കുന്നത് കണ്ടാൽ മനസ്സ് വ്യാകുലപ്പെടുന്ന ഒരു സംശയരോഗിയായ കഥാപാത്രം. തളത്തിൽ ദിനേശ് തൻ്റെ ഭാര്യ തന്നിൽ തൃപ്തനാണോ എന്ന സംശയം എപ്പോഴും മനസ്സിൽ വച്ചുകൊണ്ട് ഭാര്യയെ ഏത് വിധേനയും സന്തോഷിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന ഒരു സൈക്കോ ഹസ്ബൻഡ്. ഈ ചിത്രത്തിൽ ഒരു ഉച്ച സമയത്ത് ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കുവാൻ ഭാര്യയോ വീട്ടുകാരോ അറിയാതെ ഈ പറയുന്ന തളത്തിൽ ദിനേശൻ വീടിനുള്ളിൽ കയറുന്ന ഒരു രംഗമുണ്ട്. വീടിനുള്ളിൽ കയറി പുള്ളിക്കാരൻ മുറിയിലെ ഒരു അലമാരയിൽ ഒളിക്കുകയും അലമാരയ്ക്കുള്ളിൽ ആളുണ്ടെന്നറിയാതെ KPSC ലളിത അവതരിപ്പിക്കുന്ന ശ്രീനിവാസന്റെ അമ്മയായ കഥാപാത്രം അലമാരയുടെ വാതിൽ പൂട്ടുകയും ചെയ്യുന്നു. അലമാരയ്ക്കുള്ളിൽ അകപ്പെട്ട ശ്രീനിവാസൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഭാര്യയായ പാർവതിയുടെ കഥാപാത്രം അതിനുള്ളിൽ ആരാണെന്നറിയാതെ പേടിച്ച് നാട്ടുകാരെ വിളിച്ചുകൂട്ടുന്നു. ഒടുവിൽ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കുവാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ തളത്തിൽ ദിനേശൻ നാട്ടുകാരുടെ അടി കൊണ്ട് സ്വർഗം കാണുന്നു. തൻ്റെ പ്ലാനും പൊളിഞ്ഞ് നാട്ടുകാരുടെ അടിയും കൊണ്ട് അതേ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കളിയാക്കലും കേട്ട് ദിനേശൻ നാണം കെടുന്നു. നമുക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ സംഭവിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് നമ്മുടെ തളത്തിൽ ദിനേശൻ അലമാരയ്ക്കുള്ളിൽ കയറി ഒളിച്ചിരുന്നതെങ്കിൽ ഇവിടെ ആ തളത്തിൽ ദിനേശൻ്റെ സ്ഥാനത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടമാണ്. പിന്നെ പുള്ളിക്കാരന് ആവശ്യം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി പുള്ളിയെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്ന ഗോഡ്ഫാദർ ഷാഫി പറമ്പിലും കൂടെയുണ്ട്. ഷാഫി പറമ്പിൽ എന്തു പറഞ്ഞാലും പുള്ളി ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ഷാഫി പറമ്പിൽ ദാനമായി കൊടുത്ത പാലക്കാട് മണ്ഡലത്തിലാണല്ലോ പുള്ളിക്കാരൻ ഇപ്പോൾ MLA ആയി ഇരിക്കുന്നത്. ഷാഫിയുടെ കാരുണ്യം കൊണ്ട് ലഭിച്ച MLA സ്ഥാനം. എന്തായാലും തളത്തിൽ ദിനേശിനെ പറ്റിയ അക്കിടി തന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉപതിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടരുതെന്ന് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, നിലമ്പൂരിൽ കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി നേരിട്ടാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പാലക്കാട് MLA സ്വയം വഹിച്ചോളണമെന്നും VD സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഈ ഒരു ചെറിയ വീഡിയോ കൂടി നിങ്ങളത് കാണണം. ഈ പെട്ടി വിവാദം ഈ പെട്ടി വിവാദം ഈ പെട്ടി വിവാദം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? പ്രധാനമായും VD സതീശൻ മാധ്യമങ്ങളോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്ന ഒരാളല്ല. മാധ്യമപ്രവർത്തകരെ എവിടെ കണ്ടാലും പിടിച്ചു നിർത്തി സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വാക്കുകളിൽ തേനും പാലും പുരട്ടി സംസാരിക്കേണ്ടവരോട് അങ്ങനെ സംസാരിക്കുവാനും എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട മാധ്യമപ്രവർത്തകരാണ് എന്ന് തോന്നുന്നവരോട് പുച്ഛത്തിൽ സംസാരിക്കാനുമൊക്കെ സതീശന് നന്നായി അറിയാം. ആ സതീശൻ മാധ്യമപ്രവർത്തകരെ കാണാതെ പോകുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. PC വിഷ്ണുനാഥ് വരുന്നുണ്ടെന്നും നിങ്ങളോട് പുള്ളിക്കാരൻ സംസാരിക്കും എന്നുമാണ് സതീശൻ പറഞ്ഞിട്ട് പോകുന്നത്. എന്നാൽ പിറകിൽ നിന്നും വരുന്ന വിഷ്ണുനാഥ് എന്താണ് ചെയ്തത്? VD സതീശൻ്റെ ഈ വാക്കുകൾ കേട്ട് വിഷ്ണുനാഥ് പിന്തിരിഞ്ഞോടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അകത്തു നടന്നത് എന്താണോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നാണ് ഇവർ രണ്ടുപേരും അവരുടെ ശരീരഭാഷയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ അകത്ത് എന്താണ് നടന്നിട്ടുണ്ടാവുക? മനസ്സിലായില്ല അല്ലേ? അകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പഞ്ഞിക്കിട്ട ശേഷം പുറത്തേക്കിറങ്ങി വരുന്ന സതീശനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് എന്ന് ചുരുക്കം.
നിലമ്പൂരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖത്ത് നോക്കി സതീശൻ പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ പറയാനൊരു കാരണം മാത്രമേയുള്ളൂ. ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായി മാറാൻ സാധ്യതയുണ്ടെന്ന് പുള്ളിക്കാരന് തോന്നി തുടങ്ങിയിരിക്കണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രണ്ടാം തവണയാണ് വി.ഡി. സതീശൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൻ്റെ പേരിൽ തെറി വിളിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പി.വി. അൻവറെ തെറി വിളിച്ച ശേഷം രാത്രി തലയിൽ മുണ്ടിട്ട് അൻവറെ കാണാൻ ചെന്നു എന്നുള്ളതാണ് ഒരു കാര്യം. എന്തിനാ പോയത്? വി.ഡി. സതീശന് സർപ്രൈസ് കൊടുക്കാൻ. അൻവറെ പോയി കാണുന്നു, സംസാരിക്കുന്നു, എല്ലാം ശരിയാകുമെന്ന വാഗ്ദാനം കൊടുക്കുന്നു, അൻവറിൻ്റെ പിന്തുണ വാങ്ങിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന വാശിയിൽ നിന്നും അൻവർ പിന്മാറുന്നു. വി.ഡി. സതീശൻ ഹാപ്പിയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിൽ തട്ടി സതീശൻ അഭിനന്ദിക്കുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വപ്നം. പക്ഷെ സംഭവിച്ചതോ? തലയിൽ മുണ്ടിട്ട് പി.വി. അൻവറെ കാണാൻ പോയ കാര്യം പിറ്റേന്ന് നാട്ടിൽ പാട്ടാവുകയും ആകെ നാറുകയും ചെയ്തു. വി.ഡി. സതീശന് നേരെ വരെ ഇക്കാര്യത്തിൽ ചോദ്യങ്ങളുണ്ടായി. സതീശൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ലല്ലോ. പാർട്ടിയെയും തന്നെയും നാണം കെടുത്തിയതിന് രാഹുൽ മാങ്കൂട്ടത്തിനെ 2-3 തെറിയും വിളിച്ച് ഇനി കാണുകയാണെങ്കിൽ അവൻ്റെ ചന്തിക്ക് 2 എണ്ണം പറ്റിക്കുമെന്ന് സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കേട്ടതോടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, വി.ഡി. സതീശൻ ഉയർന്ന കോൺഗ്രസ് നേതാവാണെന്നും അദ്ദേഹത്തിന് എന്നെ ശാസിക്കാനും അനുസരിപ്പിക്കാനുമുള്ള അധികാരമുണ്ടെന്നും. അങ്ങനെ പാതിരാത്രി 12 മണിക്ക് നടന്ന പി.വി. അൻവർ ഓപ്പറേഷൻ പൊളിഞ്ഞു. വി.ഡി. സതീശന് സർപ്രൈസ് കൊടുക്കാൻ ചെയ്ത പദ്ധതി പൊട്ടി പാളീസായി നാറാണക്കല്ല് പിടിച്ചു. പിന്നെ 2-3 ദിവസം വലിയ പ്രശ്നമൊന്നും കാണിച്ചില്ലെങ്കിലും അതിനുശേഷം വീണ്ടും പുള്ളിക്കാരനും സുഹൃത്ത് ഷാഫി പറമ്പിലും കൂടി സതീശനും കോൺഗ്രസിനും അടുത്തൊരു സർപ്രൈസ് കൊടുക്കാനിറങ്ങി. ഒരു 1.5 പദ്ധതിയായിരുന്നു പുള്ളിക്കാരന്മാർ ഉദ്ദേശിച്ചത്. വാഹന പരിശോധന നടത്തുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ റോഡിൽ ഇറങ്ങി നിന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. ഇത്തരത്തിലുള്ള ഒരു പരിശോധന ഒരു 3-4 മാസം മുൻപ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും നടന്നിരുന്നു. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു നീല ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നു എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് പരിശോധന നടക്കുകയും ആ ബാഗിൽ ഒന്നുമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ആവർത്തിച്ചത്. സെയിം കഥ, സെയിം കഥാപാത്രങ്ങൾ. എന്നാൽ എന്താണ് സംഭവിച്ചത്? അതായത് ഈ സംഭവം ജനങ്ങൾക്കിടയിൽ ഏതു തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കിയത് എന്ന്. ഒരേ കഥ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കും. ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും വന്ന വാഹനം തടഞ്ഞ് പരിശോധിക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നമായത്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ രാഹുലും ഷാഫിയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയായിരുന്നു. തട്ടിക്കയറുക എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകും. ഇത് അക്ഷരാർത്ഥത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ സംഭവം നടക്കുന്നതിനിടയിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, ഓർത്തുവച്ചോ എന്ന്. എന്നിട്ട് ഒരിക്കൽ കൂടി പുള്ളിക്കാരൻ അത് ആവർത്തിക്കുന്നുണ്ട്. നിന്റെ സർവീസിനുള്ള പാരിതോഷികം ഞാൻ തരാമെന്ന്. CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. കൂട്ടത്തിലുള്ള ആരോ ഒരാൾ ഈ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിക്കുകയും മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതോടുകൂടി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വൈറലായി. പക്ഷേ ജനങ്ങൾക്കിടയിൽ സംസാരം മറ്റൊരു രീതിയിലാണ് പോയത്. പ്രത്യേകിച്ചും പാലക്കാട് കണ്ട അതേ സംഭവം തന്നെ നിലമ്പൂരിലും ആവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് പന്തികേട് തോന്നുന്നത് സ്വാഭാവികം. അക്കൂട്ടത്തിൽ നിന്നെ ഞാൻ തീർത്ത് കളയുമെന്ന് പരോക്ഷ വെല്ലുവിളിയും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിതാവിനോളം പ്രായമുള്ള ഉദ്യോഗസ്ഥനോടാണ് പുള്ളിക്കാരൻ ഇത്തരത്തിൽ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. നിനക്കുള്ള പാരിതോഷികം ഞാൻ തരാമെന്ന് പുള്ളിക്കാരൻ പറയുന്നത് അടുത്ത തവണ UDF അധികാരത്തിൽ വരുമെന്നും ആ സമയത്ത് നിന്നെ കണ്ടോളാം എന്നുമാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇപ്പോൾ പലരും ചോദിക്കുന്നത്, അധികാരമില്ലാത്തപ്പോൾ ഇത്തരത്തിലാണ് ഈ യുവാവിൻ്റെ പെരുമാറ്റമെങ്കിൽ അധികാരം കിട്ടുമ്പോൾ ഏതു തരത്തിലായിരിക്കും പെരുമാറ്റം ഉണ്ടാവുക എന്നാണ്. എന്തായാലും ഈ സംഭവത്തോടു കൂടി വീണ്ടും ചോദ്യങ്ങൾ വി.ഡി. സതീശന് നേരെ ഉയരുകയും ചെയ്തു. നിലമ്പൂരിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിൽ വച്ചാണ് വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് താക്കീത് നൽകിയിരിക്കുന്നത്. 23-ാം തീയതി വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം റിസൾട്ട് പുറത്തു വരുമ്പോൾ അത് UDFന് പ്രതികൂലമാവുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ചേർന്ന് ഏറ്റെടുക്കണമെന്നും സതീശൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
മാത്രമല്ല നിലമ്പൂർ കഴിയുന്നത് വരെ ഇനി ഒരു തരത്തിലെന്നല്ല മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശവും വി.ഡി. സതീശൻ ഈ പറഞ്ഞ 2 യുവാക്കൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പാർട്ടിക്കും മുന്നണിക്കും പ്രതിസന്ധി സൃഷ്ടിച്ചത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയ സംഭവമാണ്. വാഹന പരിശോധന നടത്തുകയായിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഷാഫി പറമ്പിൽ എം.പിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. അകാരണമായി ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയത് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് വി.ഡി. സതീശൻ കരുതുന്നത്. ഷാഫിയെയും രാഹുലിനെയും പ്രതിരോധിക്കാനും സതീശൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവടക്കം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇവർക്കെതിരെ രംഗത്തെത്തിയതോടെ തുടർന്ന് വന്ന ഷോയൊക്കെ മടക്കി വച്ച് ഇപ്പോൾ ഇവർ വെറുതെ ഇരിപ്പാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടെന്ന് മനസ്സിലായതോടെ ഷാഫിയും രാഹുലും നിലപാട് മയപ്പെടുത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിച്ചപ്പോൾ ആക്രോശിച്ച എം.പിയും എം.എൽ.എയും ശനിയാഴ്ച രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ പരിശോധന തടഞ്ഞിട്ടില്ലെന്ന് ന്യായീകരിച്ചതും വെറുതെയല്ല. സ്വാഭാവികമായ പ്രതികരണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇരുവരും. രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാകുകയാണെന്ന് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ഷോകൾക്ക് എതിരെ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. മുതിർന്ന നേതാക്കളെ അനുസരിക്കുകയോ അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയോ ചെയ്യാതെ സ്വന്തം തീരുമാനപ്രകാരം പാർട്ടിയിൽ ഇടപെടലുകൾ നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഷാഫി പറമ്പിലാണെങ്കിലും ഷാഫിയുടെ പേര് അങ്ങനെ മുന്നിൽ വരുന്നില്ല. ഷാഫി ചെയ്യുന്ന കുറ്റം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഷാഫി രാഹുലിനെ കൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യിക്കുകയാണെന്ന ആരോപണവും കോൺഗ്രസിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മൂക്കുകയർ വീഴും എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്.